പുറത്തുവിടുന്ന മടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ സാംസ്കാരിക വകുപ്പിനെ പലതവണ മാധ്യമങ്ങൾ സമീപിച്ചതാണ് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന്, റിപ്പോർട്ടിലെ വിവരങ്ങൾ തരണമെന്ന്. അപ്പോൾ ആർക്കാണ് ഇത്ര ധൃതി എന്നാണെന്ന് മന്ത്രി ചോദിച്ചത്. നൽകുകയും ചെയ്തില്ല. അതിനുശേഷമാണ് വിവരാവകാശ കമ്മീഷനെ 8 മാധ്യമപ്രവർത്തകർ സമീപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുകയും എങ്ങനെ വേണം ആ റിപ്പോർട്ട് പുറത്തുവിടേണ്ടത്, സ്വകാര്യത മാനിച്ചിട്ടാവണം എന്നടക്കമുള്ള കാര്യങ്ങൾ വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയത്. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഹർജി കോടതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു സിനിമ മാത്രം നിർമ്മിക്കുകയും സിനിമാ മേഖലയുമായി വലിയ ബന്ധമൊന്നുമില്ലാത്തൊരു വ്യക്തി പെട്ടെന്ന് രംഗപ്രവേശനം ചെയ്യുന്നു. അദ്ദേഹം മുഴുവൻ സിനിമാ മേഖലയ്ക്കും വേണ്ടി ഒരു വക്താവായി അവിടെ എത്തുന്നു. അപ്പോൾ അത് ആരുടെയൊക്കെയോ താല്പര്യത്തിന് പ്രകാരം അദ്ദേഹം കോടതിയിലെത്തിയതാണ് എന്ന് തന്നെയാണ് സിനിമയിലെ വനിതാ പ്രവർത്തകർ എങ്കിലും സംശയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നത്. അങ്ങനെ അത് അത്രയും വൈകിയ ശേഷം ഇന്നിപ്പോൾ കോടതി പറയുന്നത് ഒരു പൊതു ചർച്ച ആവശ്യമാണ്. റിപ്പോർട്ടിലെ ചില കാര്യങ്ങൾ പുറത്തുവിടും. ഈ സ്വകാര്യത മാനിക്കണം എന്നുള്ളതാണ് വിവരാവകാശ കമ്മീഷനും പറഞ്ഞിട്ടുള്ളത്. ഈ WCC റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ഇന്ന ആളുകൾക്കെതിരെ ലൈംഗികാരോപണമുണ്ട്, അവരുടെയൊക്കെ പേര് പുറത്തു വരട്ടെ എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല WCC. അപ്പോൾ എന്തിനാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ പറയുന്നത്? ഇതിന്മേലൊരു പൊതു ചർച്ച വേണമെന്നുള്ളതാണ്. സമൂഹത്തിൽ മുഴുവൻ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ, പല സ്ത്രീ വിരുദ്ധമായ പ്രതികരണങ്ങൾ നടത്തുന്നവർക്ക് അപ്പോൾ ഇവിടെ തിരിച്ച് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ? രാഷ്ട്രീയക്കാർക്ക് പോലും ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്താണ് എന്ന് മനസ്സിലായി ബോധ്യമായി തുടങ്ങിയിരിക്കുന്നൊരു കാലമാണ്. എപ്പോഴും അവർ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലത്തിൽ സിനിമാ പ്രവർത്തകരിൽ ചിലരെങ്കിലും പലപ്പോഴെങ്കിലും നടത്തുന്ന പരസ്യ പ്രതികരണങ്ങൾക്ക് ശേഷം അവർ പിന്നീട് അത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഈ സമൂഹത്തിൽ നിന്ന് അവർ അകലെയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന പല സന്ദർഭങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ പുറത്തെ മാറ്റങ്ങളൊന്നും ഉൾക്കൊള്ളാതെ ഒരു വലിയ ഒരു കൂട്ടം വേറൊരു രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് അത് ശരിയായ രീതിയല്ല. അപ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറാവുകയും വേണ്ടതുണ്ട്. അത് സംഭവിക്കുന്നില്ല എന്നിടത്താണ് ഇങ്ങനെ ഒരു പരാതി ചെല്ലുന്നത്. ഇതിൻ്റെ പശ്ചാത്തലമുണ്ടല്ലോ, എങ്ങനെയാണ് ഈ കമ്മിറ്റിയിലേക്ക് പോയത്? ആദ്യം കമ്മീഷൻ എന്നാണ് കേട്ടത്, പിന്നീട് അത് കമ്മിറ്റി ആകുമ്പോൾ അത് എല്ലായിടത്തും പുറത്തു വിടേണ്ട എന്നൊരു രീതിയിൽ തന്നെയാണ് സർക്കാർ അതിനെ സമീപിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് നിയമസഭയിൽ KK രമ സബ്മിഷനായി തന്നെ ഇത് അവതരിപ്പിച്ചിരുന്നു. റിപ്പോർട്ടിന്മേൽ എന്താണ് നടപടിയെന്നാണ് ചോദിച്ചത്. അപ്പോൾ അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞത് നിയമനിർമ്മാണത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്, അതിനുള്ള ആലോചനകൾ നടക്കുന്നു, വളരെ വേഗത്തിൽ നിയമനിർമ്മാണം, അത് പറഞ്ഞിട്ട് കുറേയായി. അപ്പോൾ നിയമനിർമ്മാണത്തിലേക്ക് പോകാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അറ്റ്ലീസ്റ്റ് ഈ വിവരങ്ങൾ മുഴുവൻ പുറത്തു വിട്ടില്ല എങ്കിൽ പോലും ഒരു നിയമനിർമ്മാണത്തിലേക്ക് എന്തുകൊണ്ട് പോയില്ല? അപ്പോൾ വളരെ വൈകിയായിരുന്നു ഇക്കാര്യത്തിലൊക്കെ. ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ഒരു പൊതു ചർച്ച വേണമെന്ന് പറയുന്ന ഘട്ടത്തിൽ അതിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. സിനിമാ മേഖലയിലെ സ്ത്രീകൾ, നായികമാർ മാത്രമല്ല, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ത്രീകൾ, അവരെല്ലാം പലതരത്തിലുള്ള വിവേചനം അനുഭവിക്കുന്നവരാണ്. ലൈംഗിക ആക്രമണം അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന വിഷയം മാത്രമല്ല, അതല്ലാതെ തന്നെ വരുമാനത്തിൻ്റെ കാര്യത്തിലും പ്രതിഫലത്തിൻ്റെ കാര്യത്തിലുള്ള വിവേചനം, മോശം പെരുമാറ്റം, സ്ത്രീകളെ ഇത് എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനപ്പെട്ട നായകന്മാരും സംവിധായകരും അടക്കമുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ലാതെ വലിയ പുരോഗമനപരമായ കാഴ്ചപ്പാടുള്ള ഒരു വലിയ വിഭാഗം, പ്രത്യേകിച്ച് യുവതലമുറ ഉണ്ട് എന്ന് തന്നെ പറയുന്നു. മാലാ പാർവതിയെ പോലുള്ളവർ പറയുന്നത് എനിക്ക് ചില പ്രത്യേക അതായത് പുതുതലമുറയിലെ സംവിധായകരുമായിട്ടൊക്കെ പ്രവർത്തിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അവർക്ക് ഈ സമൂഹത്തിലെ മാറ്റം അറിയുന്നതും അതിനനുസരിച്ച് പെരുമാറുന്നവരും ബഹുമാനത്തോടു കൂടി ഇവരെയൊക്കെ സമീപിക്കുന്നവരുമാണ്. അപ്പോൾ ഈ ICC രൂപീകരിക്കണം എന്നുള്ള കാര്യം തന്നെ മുന്നോട്ട് വെച്ച ശേഷം അത് ഇത്രത്തോളം നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ള വിഷയമാണ്. അങ്ങനെ നടപ്പാക്കാത്തതുകൊണ്ട് പല സിനിമകളിൽ നിന്നും ഇറങ്ങിപ്പോയ സംഭവം കൂടി അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. നോക്കൂ, നമ്മൾ ഈ പുറത്തേക്ക് കാണുന്ന വലിയ താരപരിവേഷം, ഇവർക്ക് വരുന്നു ബാത്റൂം സൗകര്യം പോലും ഇല്ലാതെ സിനിമയിൽ പ്രവർത്തിക്കേണ്ടി വരുന്നു, വസ്ത്രം മാറാൻ സൗകര്യമില്ലാതെ പ്രവർത്തിക്കേണ്ടി വരുന്നു. എല്ലാ സെറ്റുകളും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ. പക്ഷേ പുരുഷ താരങ്ങളെ സംബന്ധിച്ച് ആ വിഷയം വരുന്നില്ല, ഇവരുടെ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒന്നോ രണ്ടോ കാര്യങ്ങളൊന്നും അല്ല, ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിന്മേൽ അടയിരിക്കുന്നു എന്ന് പറയുന്നത് നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ വലിയ വ്യവസായമാണ്, വലിയ വരുമാനം ഉണ്ടാക്കി തരുന്നൊരു വ്യവസായമാണ്. ആ വ്യവസായത്തെ തകർക്കരുത്, അല്ലെങ്കിൽ താരങ്ങളുടെ പ്രതിച്ഛായ അല്ലെങ്കിൽ താരങ്ങളുമായി ഉള്ള വ്യക്തിപരമായ ബന്ധം, ഇതൊക്കെ തന്നെയാകാം ഒരു പക്ഷേ അത് പുറത്തുവിടുന്നൊരു മടിയായി സർക്കാരിന് മുന്നിലുണ്ടായിട്ടുള്ള വിഷയം. പക്ഷേ ഇപ്പോൾ പുറത്തുവിടാൻ നിർബന്ധിതമായിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം അവിടെ വന്നിരിക്കുന്നു. ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യുക തന്നെ വേണം. എന്താണ് സിനിമാ മേഖലയിൽ നടക്കുന്നത്? സിനിമ കഥ ചർച്ച ചെയ്യുക മാത്രമല്ലല്ലോ, സിനിമയിലെ താരങ്ങളെ കണ്ട് ആസ്വദിക്കുക മാത്രമല്ല, അവരെങ്ങനെ അതിനകത്ത് ആളുകളോട് പെരുമാറുന്നു എന്നുള്ള കാര്യം. കാരണം ഒരു സിനിമാ കഥയിൽ നായകന് കൈയ്യടി എപ്പോഴാണ് കിട്ടുന്നത്? അനീതിക്കെതിരെ പ്രവർത്തിക്കുമ്പോഴാണല്ലോ. അപ്പോൾ അതിനകത്ത് അനീതിയുടെ ഭാഗമായി തന്നെ ഇവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് കൂടി അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന താരങ്ങൾ, ഇന്ന സംവിധായകർ അല്ലെങ്കിൽ ഇന്ന നിർമ്മാതാക്കൾ എന്ന രീതിയിൽ പേര് വിവരങ്ങളൊന്നും ഇവിടെ ആർക്കും വേണ്ട. ഇപ്പോഴുള്ള പ്രവണത മാറുക, ആ സിസ്റ്റത്തെ ഒന്ന് ക്ലീൻ ആക്കുക, വൃത്തിയാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അത്
നല്ല രൂപത്തിൽ പൂർണ്ണാർത്ഥത്തിൽ ഒരു വിപ്ലവകരമായ ഒരു മാറ്റം എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പതുക്കെയാണെങ്കിലും ഇപ്പോൾ സിനിമാ മേഖലയിൽ വലിയ ശബ്ദമുയർത്തിയ പലർക്കും ഇപ്പോൾ സിനിമയില്ല. ആ സിനിമ ഇല്ലാതായിട്ടും ഇപ്പോഴും ശക്തമായി നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്നവരെ സ്വീകരിക്കുന്ന കുറേ നിർമ്മാതാക്കളും സംവിധായകരും വേറെ ഒരു വശത്ത് വരുന്നു. അപ്പോൾ നല്ലതും മോശവുമായ കാഴ്ചകൾ ഒരേ സമയം നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷയുണ്ട്, പതുക്കെയാണെങ്കിലും ഒരു മാറ്റമുണ്ടാകും. പുറത്തുവിടാൻ മടിയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എനിക്ക്. Meet the editors.